എല്ലായിടത്തും പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ്. നിലമ്പൂരിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനിടയിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൻ്റെ ബാപ്പുട്ടിക്കാക്കൊപ്പമാണ് നമ്മളുള്ളത്. അവരോടൊപ്പമാണ് നമ്മളുടെ പെരുന്നാൾ ആഘോഷം. ബാപ്പുട്ടിക്ക, പെരുന്നാൾ എങ്ങനെ പോകുന്നു? എന്താണ് പെരുന്നാളിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയിലേ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പഞ്ചായത്ത് തല പര്യടനങ്ങൾ നടക്കുക. ഒരു ഇടവേളയില്ലാത്ത യാത്രയാണ്. അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ പെരുന്നാളിൻ്റെ 2 ദിവസം ഒരു വലിയ ആശ്വാസം ആയിട്ടുണ്ട്. കാരണം ഈ പെരുന്നാളിൻ്റെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്ന, ഇത് തറവാട് കൂടി ആയതുകൊണ്ട് എല്ലാവരും തറവാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. കല്യാണം ചെയ്തു പോയവരും അതേപോലെ തന്നെ പഠിക്കുന്നവരും ദൂരത്ത് ജോലി ചെയ്യുന്നവരും എല്ലാവരും ഓടിയെത്തി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കുന്ന ഒരു ദിവസം കൂടി. പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ, എല്ലാവരും കൂടിച്ചേർന്ന് ഒരു ഒത്തൊരുമയുടെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു വല്ലാത്തൊരല്ലേ. ഉമ്മാൻ്റെ ഒക്കെ ഓർമ്മയിൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ എല്ലാവരും ഒരുമിച്ച് കണ്ട് വരുന്ന സമയമാണത് ഈ പെരുന്നാളിന്. സത്യം പറഞ്ഞാലേ ഞാൻ ബേസിക്കലി കണ്ണൂരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇവിടെ വന്നിങ്ങനെ നിലമ്പൂരൊക്കെ വന്ന് ആദ്യം തന്നെ ഞാനിങ്ങനെ ആര് ജയിക്കും, ആരൊക്കെയാണ് ജയിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആരോട് ഇങ്ങനെ മൈക്കൊക്കെ നീട്ടി ചോദിക്കുമല്ലോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ആളോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിലമ്പൂരിൽ ആർക്കാണ് സാധ്യത, ആര്യാടൻ ഷൗക്കത്തിനൊക്കെ സാധ്യതയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ബാപ്പുട്ടിക്ക ജയിക്കും. അപ്പോൾ ഞാൻ ആ കന്തം വിട്ടുപോയി, ആരാണ് ഈ ബാപ്പുട്ടിക്ക? എല്ലാവരും ചോദിക്കുന്ന ഒരു 10 ആളോട് ചോദിച്ചാൽ 6 ആളെങ്കിലും ബാപ്പുട്ടിക്ക എന്നാണ് മറുപടി പറയുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടുകാരോടുള്ള ആ സ്നേഹവും അവരോടൊക്കെ സ്നേഹം കൊടുത്ത് അവർക്കൊക്കെ പരിചയപ്പെട്ട് അതിന് ശേഷം വീട്ടിലൊക്കെ ഇങ്ങനെ സമയം കിട്ടാറുണ്ടോ? അത് കുഞ്ഞാക്കിയാണെങ്കിലും ഞങ്ങളോട് എല്ലാവരോടും രാത്രിയായാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുത്തി എല്ലാം സംസാരിച്ച് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച് അങ്ങനെയാണ്. പെരുന്നാളിൻ്റെ ഒക്കെ സമയത്തായിരിക്കും അല്ലേ ഉപ്പാനൊക്കെ കൂടുതൽ സമയം നമുക്ക് വീട്ടിൽ കിട്ടുക? പെരുന്നാളിൻ്റെ ആകുമ്പോൾ പിന്നെ രാവിലെ ഈദൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. പിന്നെ എല്ലാവരും കാണാൻ വരുമ്പം ഇവിടെ തന്നെ ഉണ്ടാവണമല്ലോ, അപ്പം അങ്ങനെ ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ കുട്ടികൾ ഇപ്പപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലാണ് പോവാറ്. അപ്പം അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഓരോരോ വീട്ടിൽ പോയിട്ട് പിന്നെ ഉച്ച ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേനും ഇവിടെ എത്തും. അപ്പം എല്ലാവരും വേറെ ഇപ്പം വിളിച്ച് വേറെ ആൾക്കാരും എല്ലാം കുറച്ച് ദിവസമായിട്ട് കിട്ടണ്ടേ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ 2 ദിവസമായി ഇപ്പം കണ്ടിട്ട് തിരക്കിലാണ്. എന്താണ് മൊത്തത്തിൽ മണ്ഡലത്തിലൊരു ഒരു പൾസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ? അല്ല, പൾസ് നിങ്ങളാണല്ലോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു അനുകൂലമായ UDFന് അനുകൂലമായ ഒരു വലിയ ട്രെൻഡ് നിലമ്പൂരുണ്ട്. അത് എൻ്റെ പിതാവ് ഒരിക്കലും അനാരോഗ്യമായിട്ട് പുറത്തിറങ്ങാത്ത ആളുകൾ പോലും സ്വീകരണ യോഗങ്ങൾക്ക് വരുന്നു, നമ്മളെ ആശ്ലേഷിക്കുന്നു, വാത്സല്യപൂർവ്വം നമ്മളോട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള പിന്നെ മാത്രമല്ല ഇവിടെ നിരവധി സ്ത്രീകളൊക്കെ അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലമ്പൂരുണ്ട്. ഉപ്പാന് വേണ്ടിയിട്ടൊക്കെ വോട്ട് തേടി തുടങ്ങിയോ? സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കും പറയുകയൊക്കെ ചെയ്തോ? ഞങ്ങൾക്ക് ഇപ്പൊ ആക്ച്വലി സ്റ്റഡി ലീവാണ്. പിന്നെ അതിനിപ്പോ പെരുന്നാളുമായി ഇനിയിപ്പോ ഇലക്ഷനുമായി ഒക്കെ കൂടി ആയാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് വേണം ശരിയാ യഥാർത്ഥത്തിൽ ഉപ്പാക്ക് വേണ്ടിട്ട് പ്രചരണം നടത്തി തുടങ്ങാം അല്ലേ? സ്റ്റഡി ലീവിൽ കുറച്ച് ലോക്കായി കിടക്കാണ്. എന്നാലും ഫ്രണ്ട്സിനോടൊക്കെ എന്തായാലും ചോദിക്കും. എന്തായാലും എങ്ങനെയാ ബാക്കിയുള്ള സുഹൃത്തുക്കളോടൊക്കെ വോട്ട് തേടി തുടങ്ങിയോ? അതെ, നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരോടും നമ്മൾ തന്നെ പറയുന്നുണ്ട്. നമ്മളതിന് വേണ്ട എല്ലാം നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോ പെരുന്നാളാണ്. ഉച്ച കഴിഞ്ഞ ഈ ടേബിളിലൊക്കെ വിഭവങ്ങളൊക്കെ നിറയും. എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാവുമോ? പണ്ടത്തതും ഇപ്പോഴത്തും ഒക്കെ എങ്ങനെയാ? പണ്ടൊക്കെ നെയ്ച്ചോറായിരുന്നു, ഇപ്പൊക്കെ കുറെ ആളുണ്ടാകുമ്പോ ബിരിയാണി വെക്കലാണ്. കുഞ്ഞാക്കൊക്കെ എന്ത് ഭക്ഷണമായിരുന്നു ഇഷ്ടം കൂടുതൽ? ഞങ്ങൾക്ക് നെയ്ച്ചോറ്, അതിക്ക് പിന്നെ മട്ടൻ കറി ഇതൊക്കെയാണ്. ബാപ്പുട്ടിക്കോ? ബാപ്പുട്ടിക്കും നെയ്ച്ചോറ് തന്നെയാണ്. പിന്നെ കുറെ ആളുണ്ടാകുമ്പോ വിളമ്പി കൊടുക്കാനൊക്കെ സൗകര്യം വിചാരിച്ചിട്ട് ബിരിയാണി ആക്കും. എന്തായാലും കുഞ്ഞാക്കാന്റെ ഇഷ്ടം തന്നെയാണ് ബാപ്പൂട്ടിൻ്റെ അല്ലേ? നെയ്ച്ചോറ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ അതാ ഇഷ്ടം. ഇനി എങ്ങനെ വിരുന്ന് എല്ലാവരും ഇവിടത്തേക്ക് വരുവാണല്ലേ? വേറെ എവിടെയെങ്കിലും അങ്ങനെ പോവോ പെരുന്നാൾ ദിവസം? നമ്മളൊന്നും എല്ലായിടത്തും സന്ദർശിക്കും രാവിലെ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു പ്രത്യേക സന്ദർശനം കൂടി ഉണ്ടാവും അല്ലേ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം മാത്രമല്ല, പെരുന്നാളിന് അത് ശരിക്കും സുന്നത്താണ്. വീടുകൾ സന്ദർശിക്കുക, കുടുംബ വീടുകൾ സന്ദർശിക്കുക, സൗഹൃദം പങ്കുവെക്കുക എന്നുള്ളത് അത് പെരുന്നാളിൻ്റെ സുന്നത്ത് കൂടിയാണ്. എന്തായാലും ഈ കുറേ ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനും സ്നേഹം പങ്കുവെക്കാനൊക്കെ ഉള്ള ഒരു വലിയ അവസരമായിട്ടാണ് നമ്മളിതിനെ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്.
രാവിലെ അപ്പോൾ പള്ളി അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ അതിൻ്റെ ചടങ്ങ്? രാവിലെ ഈദ്ഗാഹ് പോകും. ആ. അതിരാവിലെ അതൊരു 7:30 മണിക്ക് ഈദ്ഗാഹിലേക്ക് പോകും. ഈദ്ഗാഹിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നമ്മൾ പോവുക സാധാരണ. അത് കഴിഞ്ഞാൽ വന്നാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും മട്ടൻ്റെയോ ചിക്കൻ്റെയോ ഒക്കെ ഇതൊക്കെ വെച്ചിട്ടുള്ള പുട്ടും ഒക്കെ കൂട്ടിയിട്ടുള്ള എന്താണ് ലിവർ അല്ലേ? പുട്ടും ലിവറാണ് ഉണ്ടാവുക. അതിവിടെ എല്ലാ വീട്ടിലും കൂടുതലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാവാറ് തോന്നുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഭക്ഷണത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിതാവിൻ്റെ സുഹൃത്തുക്കളെ പിതാവ് സ്ഥിരമായിട്ട് വിളിക്കും. പെരുന്നാൾ ആഘോഷമില്ലാത്ത സുഹൃത്തുക്കളെ പിതാവ് വിളിക്കും. അപ്പോൾ അവരെന്തായാലും വരും. ആ ആളുകളൊക്കെ ഇപ്പോൾ പിതാവില്ലാത്ത 3ാമത്തെ പെരുന്നാളാണ്. ഈ പെരുന്നാൾ ദിവസവും നമ്മൾ അവരെ ക്ഷണിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ പെരുന്നാൾ ദിവസത്തെ ഒരു കാര്യങ്ങൾ. ഞാൻ വന്നപ്പോൾ പറഞ്ഞ പേര് അറിഞ്ഞല്ലോ. വീട്ടിലെങ്ങനെയാ പേര്? അല്ലെ ഉപ്പാനെ തന്നെ അങ്ങനെ ചില വീടുകളിലൊക്കെ സ്നേഹത്തോടു കൂടി നിക് നെയിമും പെറ്റ് നെയിമും ഒക്കെ ഉണ്ടല്ലോ. ആ രീതിയിൽ തന്നെ ബാപ്പുട്ടി എന്നൊക്കെ വിളിക്കാറുണ്ടോ ഇടയ്ക്ക്? പപ്പ ഇപ്പപ്പാനെ കുഞ്ഞാക്കാന്നാ വിളിക്കല് സാധാരണ. പക്ഷെ ഞങ്ങള് പപ്പനെ പപ്പാൻ തന്നെ വിളിക്കാറ്. അതായത് ബാപ്പുട്ടിക്ക ഉപ്പ എൻ്റെ ഫാദറിനെ കുഞ്ഞാക്കാന്ന് വിളിക്കും. അങ്ങനെ തന്നെയാണ് വിളിക്കാറുള്ളത്. കുഞ്ഞാക്ക, ഞങ്ങളൊക്കെ കുഞ്ഞാക്കിയാണ്. അത് ഇതെങ്ങനെ ഈ പേര് വന്നത് എങ്ങനെയാ? അതായത് പിന്നെ ഫാദറിൻ്റെ അനിയന്മാരും സഹോദരിമാരും വളരെ ചെറുപ്പത്തിൽ ഫാദർ മൂത്തയാളായതുകൊണ്ട് കുഞ്ഞാക്ക എന്ന് വിളിച്ചു. അപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുകയല്ലേ. ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങളൊക്കെ ജനിക്കുമ്പോഴും ഫാദർ മാത്രമല്ല, ഫാദറും ഫാദറിൻ്റെ അനിയന്മാരും സഹോദരിമാരും ഒക്കെ ഒരുമിച്ച് താമസിക്കുക. അപ്പോൾ അവരൊക്കെ കുഞ്ഞാക്ക എന്ന് വിളിക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കുഞ്ഞാക്കിയായി. ഈ ബാപ്പുട്ടി വന്നത് എങ്ങനെയാപ്പോ? ബാപ്പുട്ടി വന്നത് ഇവരൊക്കെ ബാപ്പുട്ടി അത് ഉമ്മയുടെ പേരിടുന്നതാണ് ബാപ്പുട്ടി. ഇതിപ്പോ നാട്ടുകാർ മൊത്തം ഏറ്റെടുത്തിക്കാണ് മിക്കവാറും. എൻ്റെ അഭിപ്രായത്തിലേ ബാലറ്റ് പേപ്പറിലും ഇതേപോലെ തന്നെ പേരാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ബാപ്പുട്ടി എന്നാക്കുകയാണെങ്കിൽ കൂടുതൽ ചിലപ്പോൾ വോട്ട് കിട്ടിയാൽ. കാരണം അത്രയും ആൾക്കാർ പറയുന്നത് ബാപ്പുട്ടി എന്നുള്ള പേരാ. അല്ല, അത് എന്താ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ എന്നെ പിന്നെ വീട്ടിൽ വന്ന് ഫാദറിൻ്റെ അടുത്ത് വരുന്ന ആളുകൾ അവരൊക്കെ എന്നെ നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പം എന്നെ കുഞ്ഞാക്ക വിളിക്കുന്നത് ബാപ്പുട്ടീന്നാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ബാപ്പുട്ടീന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നാട്ടുകാരുടെ ബാപ്പുട്ടിയായി. അതാണ് കുഞ്ഞാക്കാന്റെ ബാപ്പുട്ടി പിന്നീട് നാട്ടുകാരുടെ ബാപ്പുട്ടി ആയതാണ് നടന്നത് സത്യത്തിൽ. അതെ, കുഞ്ഞാക്ക നാട്ടുകാരുടെ കുഞ്ഞാക്കിയതും അങ്ങനെയാണ്. ഇവിടെ വീട്ടിൽ നിന്ന് സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞാക്കാന്ന് വിളിച്ചു. പിന്നെ ഞങ്ങൾ വിളിച്ചു. പിന്നെ നാട്ടുകാരെല്ലാവരും കുഞ്ഞാക്കിയായി. പിന്നെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകളും കുഞ്ഞാക്കിയായി. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രശ്നമില്ല. വിജയം ഉണ്ടായി. ഇനിയിപ്പോൾ ഭൂരിപക്ഷം മാത്രം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല വളരെ അനുകൂലമായൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. പരമാവധി ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഒരു നല്ല ചരിത്ര വിജയം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പേരിങ്ങനെ വരുന്നു, അതിലൊക്കെ സങ്കടമൊക്കെ ഉണ്ടാകാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വിവാദങ്ങളൊക്കെ നമ്മൾ കുഞ്ഞാക്കയുടെ സമയത്ത് മുതൽ നമ്മൾ കേട്ട് തുടങ്ങിയോണ്ട് അത് ഞങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. അതും ഒരു പ്രശ്നമായി വരാറില്ല അല്ലേ? മക്കൾക്കൊക്കെ എങ്ങനെയാ? അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇതിങ്ങനെ പണ്ട് മുതലേ കേട്ട് വരുന്നൊരു കുടുംബമായതുകൊണ്ട് തന്നെ അല്ലേ? എന്തായാലും ജയം ഉണ്ടാവും തന്നെയാണ്. അതുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ള എന്തെങ്കിലും ഒരു അനുമാനമൊക്കെ ഉണ്ടോ? എല്ലാം നോക്കിയും ടി വിയിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. നമ്മള് പറയാൻ പാടില്ലല്ലോ. അതൊരു സീക്രട്ടായി അവിടെ നിന്നോട്ടല്ലേ? ഈ വിവാദങ്ങളൊക്കെ കുഞ്ഞാക്കാനും ബാപ്പുട്ടിക്കാനും സങ്കടപ്പെടുത്താറുണ്ടോ ചില സമയങ്ങളിൽ? ഒരിക്കലും ഇല്ല. അങ്ങനെ വിവാദമൊന്നും ഇല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പി വി അൻവറും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ കണ്ടു. അതിനുശേഷമാണ് പി വി അൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അതിപ്പോഴും കുഴപ്പമില്ലല്ലോ. ഇപ്പോഴും അതിനൊന്നും പ്രശ്നം. അപ്പുറത്ത് സ്വരാജ് വളരെ അടുത്ത സുഹൃത്ത്. ഞാനും പി വി അൻവറും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒന്നും മാത്രമല്ല, ഒരു എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് അതെൻ്റെ നിലപാടാണ്. ആ നിലപാട് എനിക്ക് കൈമാറി തന്നത് എൻ്റെ പിതാവാണ്. അപ്പോൾ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ഓരോ ഘട്ടം വരുമ്പോഴും ഈ സമയത്ത് ഇതിന് മറുപടി എങ്ങനെയായിരിക്കും പറയാം. പിതാവുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞാക്ക ഉണ്ടെങ്കിൽ കുഞ്ഞാക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നായിരിക്കും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
കുഞ്ഞാക്ക പറഞ്ഞു തന്ന, എൻ്റെ പിതാവ് പറഞ്ഞു തന്ന കുറേ ശീലങ്ങളുണ്ട്. അത് കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് തിരിച്ച് അങ്ങോട്ട് കൊടുത്ത അതേ മാന്യത ചില സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് PV അൻവർ ഇങ്ങോട്ടേക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളത്. അല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യം അതിനില്ല. അതിന് നമ്മൾ നമ്മുടെ മാന്യത നമ്മൾ കാണിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അതിപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ മനസ്സിലൊന്നും ഉണ്ടായിട്ട് പറയുന്നതാവില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറയുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ബന്ധുക്കാരും കൂടിയാണ്. ഉമ്മ പുത്തൻ വീട്ടിലാണ്. ആണോ? PV അൻവർ പുത്തൻ വീട്ടിലാണ്. PV അൻവർ പുത്തൻ വീട്ടിലാണ്. അൻവറിൻ്റെ സ്വന്തം കുടുംബമാണ് ഉമ്മാൻ്റെ. ഉമ്മാന്റെ വോട്ട് എന്തായാലും സ്വന്തം കുടുംബത്തിലേക്ക് പോകില്ലല്ലോ, ഒരിക്കലും പോകില്ലല്ലോ. അത് പോവില്ല, നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുമല്ല, കുഞ്ഞാക്കാന്റെ ഒരു വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ശരി. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ പെരുന്നാൾ ദിനവും കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിനൊരു കുറവുമില്ല. അതുപോലെ തന്നെ ഇതേ ആവേശം തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെയും ഉണ്ടാവുമെന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അതേ അർത്ഥത്തിൽ വിജയം കാണുമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. വലിയ പോരാട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ പെരുന്നാളിൻ്റെ ആശംസകൾ കൂടി ഈ കുടുംബം നേരുകയാണ്. റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.